അഭിരാമി കമലഹാസൻ്റെ നായികവരായിട്ട് അഭിനയിച്ചുള്ള ഒരു നടിയാണ്. നമ്മുടെ പെപ്സി ടോപ്പ് 10 എന്ന് പറഞ്ഞുള്ള ഒരു TV പ്രോഗ്രാമിൽ വന്നിട്ട് അതിൽ നിന്ന് നായികയായിട്ട് കയറി വന്നൊരു നടിയാണ് അഭിരാമി. ഇപ്പം അടുത്തൊരു തിരിച്ചുവരവ് നടത്തി, പക്ഷെ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായില്ല, വിജയിച്ചില്ല. ഇതെല്ലാം നമ്മൾ പറയാൻ വന്നത് ജീവിതത്തിലെ കാര്യമാണ്. അഭിരാമി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവും അഭിരാമിക്ക്. പക്ഷേ അഭിരാമി എന്തുണ്ടായി, കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചു. കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പിന്നെ ഒരു കാര്യമുണ്ട്. ഗർഭം ധരിച്ച് നമുക്ക് നമ്മുടെ രക്തത്തിലുള്ളൊരു കുട്ടീനെ വേണ്ട, നമ്മൾ സ്വന്തമായിട്ട് ഒരു കുട്ടീനെ ദത്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടീനെ ദത്തെടുത്തു. അപ്പോൾ ആ കുട്ടീനെയും കൊണ്ടാണ് അഭിരാമി ജീവിക്കുന്നത്. ഇപ്പം എത്ര ആൾക്ക് അറിയോ എന്താണോ നമുക്കറിയില്ല, പക്ഷേ എന്നിരുന്നാലും അതാണ് സത്യം. നല്ലൊരു നടിയാണ്. അപ്പോൾ ആ നടി കല്യാണം കഴിച്ച് ഇപ്പോഴും സന്തോഷമായി ജീവിക്കുന്നു, ഒരു കുട്ടീനെ ദത്തെടുത്ത്. അപ്പോൾ ചിലവർ ചോദിച്ചു, എന്താണ് സ്വന്തമായിട്ട് കുട്ടി ഉണ്ടാവില്ല നല്ലത്, എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടീനെ ദത്തെടുത്ത് ആ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന നിങ്ങളെ രണ്ടുപേരും സമ്പാദ്യം മുഴുവൻ ആ കുട്ടിക്കാക്കി എഴുതി വെച്ച് ഇനിയിപ്പോൾ ഇന്നോ നാളെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും അത് വലിയൊരു വിഷയമായിട്ട് മാറില്ലേ എന്ന് കാണുന്നവരും അടുത്തുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചോദിക്കും. അഭിരാമി അതിനൊരൊറ്റ മറുപടിയേ പറയുന്നുള്ളൂ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ ഭാര്യയും ഭർത്താവാണ്. ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടാവാണ്ട് ദത്തെടുത്ത് ഒരു കുട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ കൊണ്ടുവന്ന് ജീവിപ്പിക്കണമെങ്കിൽ അതും അവർ തന്നെ തീരുമാനിക്കുന്നത്. എത്ര കുട്ടികൾ വേണം എന്ന് തീരുമാനിക്കുന്നതും ആ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, ഞങ്ങളുടെ രക്തത്തിൽ നിന്നൊരു കുട്ടി വേണ്ട, ഞങ്ങൾക്ക് ദത്തെടുത്തൊരു കുട്ടി മതി, ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ സുഖമായിട്ടിപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അമ്മയാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിരാമിയുടെ സ്വപ്നത്തിലേ ഇല്ല. പക്ഷെ പ്രസവിക്കാണ്ട് അമ്മയായിട്ട് സ്വന്തം മകളെക്കാളും സ്നേഹമായിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ അതല്ലേ നല്ലത്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ രക്തത്തിൽ ജനിച്ച കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രായമാവുമ്പോൾ നമ്മളെ നോക്കാണ്ടും നമ്മളെ ചവിട്ടി പുറത്താക്കിയും അവർ കല്യാണം കഴിച്ചാൽ അവരെ ഭാര്യ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ രക്തത്തിലുണ്ടായ മകൻ അങ്ങനെ ചെയ്തു, മകളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ദത്തെടുക്കുന്ന കുട്ടി നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും നമുക്കതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം മകളല്ല സ്വന്തം മകനല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അതായിരിക്കണം ചിലപ്പോൾ അഭിരാമിയുടെ മനസ്സിൽ. എന്തായിരുന്നാലും അഭിരാമി ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛനമ്മമാരെയൊക്കെ വല്ല അനാഥാലയങ്ങളിലും അമ്പലത്തിൻ്റെ നടയിലൊക്കെ കൊണ്ടുവന്ന് തള്ളലാണ് ഇപ്പോഴത്തെ ഫാഷൻ. വയസ്സായ അച്ഛനമ്മമാരെ ഒരു ശല്യമാണ്. എന്താണ്, അവർക്ക് എന്നും അസുഖം വരും, ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം, പിന്നെ അവർ ആവശ്യമില്ലാത്ത അവരെ തൂറിലും മുളലൊക്കെ ബെഡിലാവും, അതൊക്കെ എടുക്കാനായിട്ട് വരുന്ന മരുമകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൂണ് പോലെ മുളച്ച് വന്നത് അനാഥാലയങ്ങളാണ്. അവിടെയൊക്കെ ഫുള്ളാണ്, അവിടെയൊക്കെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനില്ല. ഇതൊക്കെ ഓരോ വീട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചോടുന്ന അമ്മയും അച്ഛന്മാരാണ് ഈ വന്ന് അനാഥാലയങ്ങളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുഖത്തൊരു അടിയാണ് അഭിരാമി ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗുഡ് സല്യൂട്ട് അഭിരാമിക്ക് കൊടുക്കാം. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്തുന്നു.